ഒരല്പം രാഷ്ട്രീയം. ഒരല്പം രാഷ്ട്രീയം. നാട്ടിലെ പോലെ തന്നെ നമ്മൾ ഏത് രാജ്യത്ത് പോലും മലയാളികൾ നമ്മൾ ഇലക്ഷൻ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലോ. 2025 ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. രാഷ്ട്രീയം ഇല്ലാണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്തൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. വി ഓൾ നീഡ് സം പൊളിറ്റിക്കൽ. അതൊരു പാർട്ടി പൊളിറ്റിക്സ് അല്ല, മേജർ പാർട്ടി പൊളിറ്റിക്സിന്റെ പാർട്ടൊന്നും അല്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ആരാണോ സ്കൂളിൽ പഠിക്കാൻ സമരം വിളിക്കുന്നത് അവരാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി. നമ്മൾ ഇടാൻ പോണ ചെരുപ്പിന്റെ വില നിശ്ചയിക്കുന്നത് വരെ രാഷ്ട്രീയക്കാരാണ്. ഓസ്ട്രേലിയക്കുള്ള വേറെ ഗുണം എന്നറിയോ, യുദ്ധം എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. അതെ, കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി പോയി കടയിൽ സാധനം മേടിക്കും. എപ്പോഴും അവരുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവർ പറയണത് പല ആംഗിളിൽ കൂടെ അനലൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വി ഡോണ്ട് നീഡ് എ പാർട്ടി. എന്തൊക്കെയായിരിക്കും ശ്യാം കാണുന്ന ഒരു ചേഞ്ച്? ഹലോ എവ്രി വൺ, ഇൻസ്പയർഡ് ഫോക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്കുള്ള സ്വാഗതം. ശ്യാം, റാഷി എന്ത് പറയുന്നു? നല്ല വിശേഷം. നല്ല ചൂടായിട്ടുണ്ട്. ഒരുപക്ഷെ ചൂടായെന്ന് ഈ ഡിസംബറിൽ പറയുന്ന വളരെ ചുരുക്കം ചെറിയ രാജ്യങ്ങളൊന്നാണ് നമ്മൾ താമസിക്കുന്ന ഓസ്ട്രേലിയ. ലോകം മൊത്തം തണുത്തിരിക്കുമ്പോൾ നമ്മൾ ചൂടിലേക്ക്. അതെ, നമ്മൾ ചൂടായിട്ടിരിക്കുന്ന ചൂടായിട്ടുള്ള ടോപ്പിക് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതെ, ലോകത്തെ ഏറ്റവും ചൂടായിട്ടുള്ള ടോപ്പിക് റിഗാർഡ്ലെസ് ഓഫ് എനിത്തിങ് പൊളിറ്റിക്സ് ആണ്. അതെ, ലെറ്റ്സ് ഡിസ്കസ് പൊളിറ്റിക്സ്. നമ്മൾ പൊളിറ്റിക്സ് ചായക്കടയിൽ പറയുന്ന പൊളിറ്റിക്സ് നമുക്ക് ഇന്ന് ഇവിടെ നമ്മൾ പറയാണ് അല്ലേ. ഒരല്പം രാഷ്ട്രീയം. ഒരല്പം രാഷ്ട്രീയം, അതാണ് ഹെഡിങ് നമ്മളെ. ഡിസ്ക്ലൈമർ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമില്ല. അതെ, അത് നമ്മൾ പ്രത്യേകം പറയണം അല്ലേ. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താക്കളല്ല. പക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയം പറയാൻ കാരണം ഇപ്പോൾ ഈ അടുത്ത ഒരു 5-6 മാസത്തിനുള്ളിൽ നമുക്ക് ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ്റെ ഇത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. 2025 തുടക്കത്തിൽ തന്നെ നമുക്ക് ഓസ്ട്രേലിയയിൽ ഇലക്ഷൻ വരെയാണ്. നാട്ടിലെ പോലെ തന്നെ നമ്മൾ ഏത് രാജ്യത്ത് പോലും മലയാളികൾ നമ്മൾ ഇലക്ഷൻ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ഓസ്ട്രേലിയൻ പൊളിറ്റിക്സിനെ നമ്മൾ നോക്കി കാണുമ്പോൾ എൻ്റെ ഒരു കുറച്ച് ഒബ്സർവേഷനാണ്. 2025 ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കീഴിലായാലും ഒരു ഗ്ലോബൽ ഒരു കൺസെപ്റ്റിൽ ഓസ്ട്രേലിയക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇലക്ഷനാണ് ഇനി 2025 വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കൊടി പിടിച്ച കഥകളും നമ്മൾ അവസാനത്തെ നമ്മളെ രാഷ്ട്രീയം വെച്ചാൽ നമ്മളെ രാഷ്ട്രീയത്തിൻ്റെ നാളുകൾ, സ്കൂള്, കോളേജ്, അത് കഴിഞ്ഞ് നാട്ടിലെ ചേട്ടന്മാരോട് നോട്ടീസ് ഇടാൻ പോണ പരിപാടി തൊട്ട് ആ ഒരു രാഷ്ട്രീയം ഷാമി തുടങ്ങാം അല്ലേ. ഷാമിൻ്റെ പറഞ്ഞു രാഷ്ട്രീയം എൻ്റെ ഫാമിലി പൊതുവെ രാഷ്ട്രീയമാണ്. അത് ഇപ്പം നമ്മൾ ജനിച്ച് വളരുമ്പോൾ തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ നമുക്ക് കാണാം വീട്ടിലിരുന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പേരിടലും ചേർക്കലും. അപ്പം അത്തരം ക്രയവിക്രയങ്ങൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, അതായത് രാഷ്ട്രീയം ഇല്ലാണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്തൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. വി ഓൾ നീഡ് സം പൊളിറ്റിക്കൽ. അതൊരു പാർട്ടി പൊളിറ്റിക്സ് അല്ല, ബട്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് എന്താണ് ലോകത്ത് നടക്കണമെന്ന് അറിയണം. ആരോ പറഞ്ഞ പോലെ നമ്മൾ ഇടാൻ പോണ ചെരുപ്പിന്റെ വില നിശ്ചയിക്കുന്നത് വരെ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഐ തിങ്ക് നമ്മളൊരു ആസ് എ വോട്ടർ നമുക്ക് അതിലൊരു സേ ഉണ്ടായിരിക്കണം. പക്ഷെ കുട്ടിക്കാലം തൊട്ട് രാഷ്ട്രീയം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ ഒത്തിരി ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, വായിക്കുന്ന ആളാണ്, എല്ലാവരും കേൾക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരും ഇഷ്ടമാണ്, എല്ലാ പാർട്ടിയിലുള്ള നേതാക്കന്മാരും ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ പ്രസംഗങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ വളരെ പൊളിറ്റിക്കലി ലിജിൻ, നിന്റെ ഒരു അനുഭവങ്ങൾ? രാഷ്ട്രീയമായിട്ട് ഒത്തിരി ഇതില്ലാത്ത ആളാണ്. എന്നാലും നമുക്കും എല്ലാവർക്കും ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. മറ്റേ എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ചേട്ടനെ വെച്ച് പ്രായമുള്ള ചേട്ടൻ, ഞാൻ പേര് പറഞ്ഞ പുള്ളി എങ്കിലും പുള്ളി മറ്റേ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കും. അപ്പോൾ ഞങ്ങളാണ് ഇത് പിടിക്കാൻ മറ്റേ വോട്ട് പിടിക്കാൻ പോകുന്നത്. 10 വോട്ട് മേളിലാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ അപ്പോൾ പക്ഷേ അന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു, ആ ചേട്ടൻ പറയുമായിരുന്നു, ആരെങ്കിലും വന്നിട്ട് എന്നോട് പറയും ഇത്ര പൈസ എന്നിട്ട് പറയും, എന്നോട് മാറാൻ പറയും. അതൊക്കെ അങ്ങനെ എന്തായാലും ആ ഒരു പൊളിറ്റിക്സിന്റെ ഓരോ ട്രിക്സ് ഇതൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് എന്തിനായിരിക്കാം എന്നൊക്കെ ഓർത്തു. അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം. അല്ലാണ്ട് ഒരു മേജർ പാർട്ടി പൊളിറ്റിക്സിന്റെ പാർട്ടൊന്നും അല്ലായിരുന്നു. ഞാൻ വെറും കാലുവാരിയ എന്ന് പറഞ്ഞാല് ഞാൻ സ്കൂള് പഠിച്ചപ്പോ ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് അല്ല എനിക്ക് കോളേജിൽ എത്തിയപ്പോ ഉണ്ടായിരുന്നു. സ്കൂളിലുണ്ടായിരുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരിയൊന്നും തോന്നില്ല. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ആരാണോ സ്കൂളിൽ പഠിക്കാൻ സമരം വിളിക്കുന്നത് അവരാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി. അവര് വന്ന് അന്ന് ഭരിച്ചിരുന്ന പാർട്ടിക്ക്, അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിക്ക് എതിരെയുള്ള ആൾക്കാരായിരുന്നു അന്ന് സമരം വിളിക്കാൻ മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ ആ ചേട്ടന്മാരോട് കൂടും. അത് കഴിഞ്ഞ് കോളേജിൽ പോയപ്പോൾ നമ്മളെ സുഹൃത്തുക്കള് അവന്റെ ഫാമിലിയൊക്കെ വേറൊരു പൊളിറ്റിക്കൽ. അപ്പൊ അവന്റെ കൂടെ കൂടി കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു വഴിക്കാൻ കുറെ നാളങ്ങ് പോയി എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് യൂണിയൻ ഇലക്ഷന് MG യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇതായിട്ട് സെനറ്റിൽ പോയി വോട്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നാട്ടിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ചെറുപ്പക്കാരുകൾ പൊളിറ്റിക്സ് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെയുള്ള ഒരു സംഭവത്തിൽ നമ്മൾ ആ പൊളിറ്റിക്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആൾക്കാർക്ക് ഗുണമുള്ളതാണെങ്കിൽ ഏത് പൊളിറ്റിക്സും നമ്മൾ ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള വേറെ കാര്യം. പക്ഷേ കമ്മിങ് ബാക്ക് ടു ഓസ്ട്രേലിയൻ പൊളിറ്റിക്സ്, എനിക്ക് തോന്നിയൊരു ഇൻട്രസ്റ്റിംഗ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിന് ഒരു ടാഗ് ലൈൻ്റെയോ ഒരു പവറിൻ്റെയോ ആവശ്യമില്ലാത്തൊരു രാജ്യമാണ് ഓസ്ട്രേലിയ, അല്ലേ? നമ്മൾ ഏറ്റവും വൈറലായ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ലോണിച്ച് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റേ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ഇറങ്ങിപ്പോടെ എൻ്റെ ലോണിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. സോറി സാർ, ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞിട്ട് പുള്ളി മാറിയില്ലേ? പുതുതായിട്ട് ഗ്രാസ് എൻ്റെ പുള്ളിക്കറി ചോട്ടിലെന്ന് പറഞ്ഞില്ലേ പുള്ളി? അത് അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി പോയി കടയിൽ സാധനം മേടിക്കും, അല്ലേ? അല്ല, അതല്ല, നമ്മളിപ്പോൾ പ്രധാനമന്ത്രിമാർ പോയി കടയിൽ സാധനം മേടിക്കും. അവർ സാധാരണ പോലെ യാത്ര ചെയ്യും, വണ്ടികൾ യാത്ര ചെയ്യും, എല്ലാം അവർ തന്നെ ചെയ്യും. ആരുമില്ല, അംഗരക്ഷകരില്ല, ഒന്നുമില്ല. നാട്ടിലെ ഇത്തിരി കൂടി പൊളിറ്റീഷ്യൻസ് ഇത്തിരി കൂടി ഒരു സുപ്രീം പവറാണ്, ഒരു സെലിബ്രിറ്റി അല്ലേ? അപ്പൊ അവർക്കൊരു എപ്പോഴും അവരുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവർ പറയണത് പല ആംഗിളിൽ കൂടെ അനലൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഇവിടെ ഇലക്ഷൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഓർമ്മിപ്പിക്കണം, അയ്യോ ഇന്ന് ഇലക്ഷൻ ആണല്ലോ എന്ന്. അതുപോലെ വീട്ടിലെ സാധനം വിൽക്കാനായിട്ട് സമയത്ത്, അതായത് നമ്മൾ പഴയ സാധനങ്ങൾ നമ്മൾ ഗ്യാരേജ് സെയിൽ എന്ന് പറയും ഇവിടെയൊക്കെ, നമ്മൾ പഴയ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കാനിടും. അങ്ങനെ ഇട്ടപ്പോൾ ഒരു വീട്ടിൽ സാധനം മേടിക്കാൻ വന്നത് ഇപ്പോൾ ഇറങ്ങിയ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ടോണി അബോട്ടിൻ്റെ കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ ലൈഫിൽ, അതായത് അവർക്ക് സ്പോർട്സ് ഉണ്ടെങ്കിൽ അവർ അതിന് പോകും, അവർ സൈക്കിൾ ഓട്ടാൻ പോകണമെങ്കിൽ അവർ സൈക്കിൾ ഓട്ടാൻ പോകും. അപ്പോൾ അവരവരുടെ ലോകത്ത് they having a political life and a personal life കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. കുറച്ചും കൂടി അതൊരു ടേക്ക് ഇറ്റ് ആസ് എ ടൈപ്പ് ഓഫ് ജോബ്. അവരിയ്ക്കുന്നു, ആ സമയത്ത് അവർക്ക് പേയ്മെന്റ് കിട്ടുന്നു, അല്ല അവരുടെ ഒരു ശമ്പളം കിട്ടുന്നു, അവരൊരു സെർവ് ചെയ്യണു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നിർത്തി പോകുന്നു. എന്തോ ആൾക്കാർ അതിൽ ഇറങ്ങി പോകുന്നു. അല്ല, അത് നിർത്തി കഴിഞ്ഞ ഒരു സെർട്ടൺ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പൊളിറ്റിക്കലി റിട്ടയർ ആവുന്ന ഒരു സംഭവമുണ്ട്. പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് ഇല്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞു വിടണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും എന്തെങ്കിലും ഒരു തൊഴിലോ ജോലിയൊക്കെ ഉണ്ടാവും. പിന്നെ അതാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഒരു ജോലിയാവുമ്പോൾ ഇവിടെയുള്ളവർക്ക് ജോലി കഴിഞ്ഞിട്ട് ഒരു പാർട്ട് ഓഫ് ദി ജോലിയാണ് മിക്കപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കരിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എ കരിയർ. അവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു ലോയർ ആയിരിക്കാം, അവരൊരു ബിസിനസ് ഇൻവെസ്റ്റർ ആയിരിക്കാം, അവർക്ക് എന്തെങ്കിലും വേറെ ബിസിനസ് ഉണ്ടായിരിക്കാം. എല്ലാം അതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് കരിയർ ആണല്ലോ. അവർ റിട്ടയർ ആയാലും അവർ ഒന്നുമില്ല അതിലേക്ക് തിരിച്ചു പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു യൂണിയുടെ ഇപ്പൊ നമ്മള് ആരായിരുന്നു ബിൽ ഷോർട്ടൺ ഒരു യൂണിയുടെ ചെയർമാനായിട്ട്, അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ ലോബിങ്ങിന് വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും പൊളിറ്റിക്സ് ആയിരിക്കാം. പക്ഷേ ഗോ ടു എ ജോബ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇലക്ഷൻ കണ്ടപ്പോഴുണ്ട് മറ്റേ പേപ്പർ ബാലറ്റ്സ്. അത് ഇലക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യമില്ല, പറിച്ചുമില്ല, വോട്ട് ചെയ്താണോ അല്ല, പേരെന്നാ ഒരു ലിസ്റ്റിനകത്ത് നോക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കും, ഓക്കെ പോയി ഒരു പേപ്പർ വരും. പിന്നെ പ്രിഫറൻഷ്യൽ വോട്ടാണ്, നമുക്ക് 1 to ഹൗ മെനി നമ്പർ ഇടാം. പ്രിഫറൻഷ്യൽ വോട്ട് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഇട്ട ആൾക്കാരെ തിരഞ്ഞെടുക്കാം. എനിക്ക് ഈ ലിസ്റ്റിൽ എനിക്ക് ഇയാൾക്ക് 1-ാം നമ്പർ കൊടുക്കണം, 2-ാം നമ്പർ കൊടുക്കണം, 3-ാം നമ്പർ കൊടുക്കണം. ഒരു പാർട്ടിയുടെ ബേസിൽ തന്നെ ഒരു ഗ്രൂപ്പിൽ തന്നെ 4-5 പേര് അതിൽ നമുക്ക് റാങ്ക് ചെയ്യാം. ഇയാൾ 1-ാമത് വരണം, ഇയാൾ 2-ാമത് വരണം. അതൊരു പാർട്ടിക്ക് ബ്ലൈൻഡ് ആയിട്ട് വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ ചെയ്യാം. അത് ഒറ്റയടിക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലത്തെ വോട്ടാവും, അങ്ങനത്തെ വോട്ടാവും. അപ്പോൾ ആ നമ്പർ 1-ലുള്ള ടോപ്പിലുള്ള ആൾക്കാർക്ക് അവർ വിജയിച്ചു പോയി. എനിക്കൊന്ന് ആ വോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടികളുടെയും ഒരു പോപ്പുലാരിറ്റി സ്വിങ് നന്നായിട്ട് അറിയാൻ പറ്റും. ആ ഒരു ആൾക്കാർ 1-ന്ന് ഇപ്പൊ 1 ഇട്ട ആൾക്കാർ അടുത്ത വർഷം 2 ഇടുന്നെങ്കിൽ അവർ താഴത്തോട്ട് പോയി നമ്പർ 1 പ്രൈമറി വോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണോ ഇതാണോ എങ്ങനെയാണ് വോട്ട്സിന്റെ ഡിഫറൻസ് അവർക്ക് മനസ്സിലാവും. അപ്പൊ പാർട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ കട്ട് ആൻസർ ഉണ്ട്. പിന്നെ നാട്ടിലെ ഇലക്ഷൻ ഒരു ആഘോഷമാണ്. ആ പാലക്കാട് ഇലക്ഷനും നിയമസഭ ഇലക്ഷനൊക്കെ കണ്ടില്ലേ ഇപ്പോൾ കഴിഞ്ഞത്? ഒരു ആഘോഷം എന്ന് വെച്ചാൽ നാട്ടിലെ എല്ലാ ആൾക്കാരും ഒരു ബിഗ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും പാട്ടും കൂത്തും ആ ഒരു നമ്മളെ
സംബന്ധിച്ചായാലും നമ്മൾ വന്നിട്ട് ഒരു ഇലക്ഷൻ പോലും നമ്മൾ റിസൾട്ട് ഡേ നമ്മൾ പിന്നെ റിക്വസ്റ്റ് ഡേ ഓഫ് കൊടുത്ത് എല്ലാ മലയാളികളും ഒന്നെങ്കിൽ സിക്ക് ലീവ് വിളിക്കും, അല്ലെങ്കിൽ ആഡിയോ എടുത്ത് ഇരുന്ന് കാണുന്ന ദിവസങ്ങളാണ് നാട്ടിലെ. നമ്മള് അവിടെ 7 മണിക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഉച്ചയാവും. അപ്പൊ നമ്മളെല്ലാവരും ഫുഡ് പാകിസ്ഥാൻ കളി പോലെ അതുപോലെ ഇരുന്ന് കണ്ട് രസം അടിച്ച് പോകുന്ന ദിവസങ്ങളാണ്. അതുപോലെ ഇപ്പൊ പാലക്കാട് ഇതായപ്പോഴും പിന്നെ ഇപ്പൊ എല്ലാം ലൈവ്, പണ്ടത്തെ അത്ര ലൈവ് ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ എല്ലാം ഏത് ടി വി ആയാലും ഇപ്പം യൂട്യൂബിൽ കൂടെ ലൈവ് ഉണ്ട്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ഇടയിൽ പരസ്യം കാണുമായിരുന്നു. അപ്പോൾ വല്ലപ്പോഴും പരസ്യമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് കണ്ട് ആ ഒരു ഇങ്ങനെ അവരുടെ കൂടെ നമ്മളും യാത്ര ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മൾ ജേണിയാണ് എത്ര ദൂരത്തായാലും നമ്മളല്ലേ. പിന്നെ മാധ്യമങ്ങളാണെങ്കിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് നാട്ടിലെ പൊളിറ്റിക്സ്. നമുക്ക് എല്ലാ ആൾക്കാരിലും പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടായിരിക്കും അത്രയില്ല. നമ്മൾ അവിടെ പോലെ അങ്ങനെ കവറേജ് ഒന്നുമില്ല. അവർ ഇലക്ഷൻ വരുന്നു, റിസൾട്ട് ഇതാണ്, ഒത്തിരി അനാലിസിസ് ഒന്നുമില്ല, അന്തിച്ചർച്ചകളില്ല. സംസാരിക്കുന്നു. കാരണം പൊതുവെ ആൾക്കാർക്ക് അത്ര എക്സ്ട്രീംലി പൊളിറ്റിക്കൽ ഒന്നുമല്ല. അപ്പൊ നമ്മൾ സാധാരണ ആൾക്കാർ സംസാരിക്കുമ്പോഴാണെങ്കിലും അവർക്കൊരു ഒക്കെ വോട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ. പിന്നെ ഇലക്ഷൻ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഫൈൻ ഉണ്ട് നമ്മുടെ നാട്ടിലില്ല. ഇലക്ഷൻ വോട്ട് ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടുന്ന വേറെ രാജ്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ ഫൈൻ കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ അത് ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ ഇലക്ഷൻ വോട്ട് ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടിയിരുന്നെങ്കിൽ എന്തോരം. പക്ഷേ ഇന്ത്യയിൽ വോട്ട് ചെയ്യണം. നമുക്ക് ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടല്ലോ, നോട്ടാന്ന് പറഞ്ഞേ. നമുക്ക് ആർക്കും വോട്ട് ചെയ്യാത്തൊരു സംഭവത്തിലേക്ക് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാണ്ട് അത് നമുക്ക് ഒരാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇതിലൂടെയും എനിക്ക് ആ ഒരു സിസ്റ്റം കീപ്പ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഇവരെല്ലാവരെ കൊണ്ട് നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണം. പക്ഷെ നമുക്കതിന് എന്തെങ്കിലും കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഊരി പോരാൻ പറ്റുമായിരിക്കും. അല്ലെ, നമ്മളിപ്പോ വോട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമല്ല. നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പേര് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ആ പേപ്പർ വരുമ്പോ അതിപ്പോ പേപ്പറിനകത്ത് എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അസാധുവാകും. ഇവിടുത്തെ ഏറ്റവും വേറൊരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടികൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പാർട്ടികളുണ്ടാവും. പക്ഷേ പാർട്ടികളുണ്ടെങ്കിൽ വെച്ചാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇവിടെ മെയിനായിട്ട് 3 പാർട്ടികൾ, 2-3 പാർട്ടികളേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കന്നാബിസ് അസോസിയേഷൻ, പിന്നെ ഷൂട്ടേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ വളരെ ചെറുതായിട്ടുള്ള സംഭവമാണ്. അതൊക്കെ അത് നാഷണൽസിന്റെ ഒരു പാർട്ടാണ്. അവർ ചില സ്ഥലങ്ങളിൽ ചെറിയ പ്രോമിനന്റ് ആണ്. പക്ഷേ കനാബിസിന്റെ ഒക്കെ പാർട്ടി, കനാബിസ് ചെറിയ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അത് ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്ന ഒരാളിനെ വേണ്ടിയിട്ടുള്ളതല്ല, ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും. ഇപ്പോൾ ഫാമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് നേരിടാൻ വേണ്ടി അവർക്കൊരു യൂണിയൻ ഉണ്ടാക്കിയ ഒരു ഫാമേഴ്സ്, അതിന് അവർക്കുള്ള സ്ഥലത്ത് അവർ ആളെ നിർത്തുന്നുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമ്മളൊരു കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 മേജർ പാർട്ടികൾ അല്ലാണ്ട് ഒരു തേർഡ് ഒരു അലയൻസിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇലക്ഷൻ നിൽക്കുക എന്നുള്ളത് അതൊരു ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ പാർട്ടി പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം വളരെ വ്യത്യാസമാകും എക്രോസ്, എസ്പെഷ്യലി യൂറോപ്പിലായാലും ഇവിടെ ആയാലും. കാരണം അവിടുത്തെ അതായത് നേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അതേസമയം 2 പാർട്ടികളുള്ള ഏത് 2 മെജോറിറ്റി ഓഫ് ദ പാർട്ടികളുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മിക്ക രാജ്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻറ്റ് പറഞ്ഞെന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇൻഡിപെൻഡൻറ്റ് വന്നാൽ അവസാനം ഏതെങ്കിലും ഒരു പാർട്ടി. പക്ഷേ ഇവിടെ കൂടുതൽ അങ്ങനെ കാണാറില്ല. നമുക്ക് വോട്ട് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളൊരു വോട്ട് ചെയ്യുന്നതിനപ്പുറം അല്ലാതെ ഒരു പാർട്ടിയിലേക്ക് ഞാൻ ഇൻഡിപെൻഡൻറ്റ് നിന്നിട്ട് വേറൊരു രാജ്യത്തിലേക്ക് പോകാൻ പറ്റത്തില്ല നമുക്കിവിടെ. പക്ഷെ അതേസമയം ഇവിടെ ഇനിയുള്ള ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ നമ്മൾ അധികം കണ്ടു. നമുക്ക് ഒരുപാട് ഇൻഡിപെൻഡൻസ് ഇപ്പോൾ പല സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷേ നാഷണൽ ഇലക്ഷന് ഇപ്പം ഇതിപ്പോൾ ഇന്ന് സംസാരിക്കാനുള്ളതാണ്. നമ്മൾ കണ്ടു അവർ സോഷ്യൽ മീഡിയ വഴി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ മാക്സിമം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ 2 പൊളിറ്റിക്കൽ പാർട്ടീസിനും അല്ലാതെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന, ഒരു കമ്മ്യൂണിറ്റി വോയിസിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരണമെന്നാണ് ഒരു മേജോറിറ്റി ഓഫ് ദ ആൾക്കാർ ആഗ്രഹം. പിന്നെ അവർക്ക് ആർക്കും അതിന് സമയമില്ലാത്തതുകൊണ്ട് തേജസ്. പക്ഷേ ചിലപ്പോൾ ഇനിയുള്ള ഇപ്പോൾ നമ്മൾ ആ ക്യാൻബറയിലെ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റിൻ്റെ പുള്ളിയുടെയൊക്കെ ഒരു റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. ആ പുള്ളി അത് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട് പല ഡിസിഷനെയും. അപ്പോൾ അതുപോലെയുള്ള പുതിയ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് പൊങ്ങി വരണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വി ഡോണ്ട് നീഡ് എ പാർട്ടി, അല്ലേ? We don't need a party to make a change. We just need a person who can influence, can make a change. Has got a voice. അല്ലെങ്കിൽ ഒരു ചേഞ്ച് മാറി ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആൾക്കാണെങ്കിലും ബിഗ് ചേഞ്ചസ് ഉണ്ടാക്കാം. അങ്ങനെയാണല്ലോ ചരിത്രം കാണിക്കുന്നത്. അപ്പോൾ അതാണ് 2025 ശേഷം ഓസ്ട്രേലിയയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഷ്യാം കാണുന്ന ഒരു ചേഞ്ച്. നമ്മളെ ചുറ്റുമുള്ള ഇപ്പം നമുക്കിവിടെ വളരെ ഹൈ ഇൻഫ്ലേഷനാണ്.
ഏറ്റവും വലിയ ടോപ്പിക്കുകളാണ്, ആരും പറയാത്തതും എങ്കിൽ രണ്ട് പാർട്ടിക്കും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത 2-3 ടോപ്പിക്കുകളുണ്ട്. മൈഗ്രേഷൻ. അതെ അതെ അതെ. അവർക്ക് മൈഗ്രേഷൻ ഇപ്പോൾ വളരെ അധികം കൂടുതലാണ് ഓസ്ട്രേലിയയിൽ. അതെ. മൈഗ്രേഷൻ അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വോട്ട് പോകുമെന്നുള്ള പേടിയിൽ രണ്ടുപേരും തൊടാതിരിക്കുന്നു. ഹെൽത്ത് കെയർ. അതെ. ഹെൽത്ത് കെയർ, വർക്ക് ഫോഴ്സ്, എസ്പെഷ്യലി അറൗണ്ട് ദ വർക്ക് ഫോഴ്സ്. ലോക്കലിന് ജോലിക്ക് വേണം, പക്ഷേ അതിന് ലോക്കലിന് ജോലിക്ക് ആളില്ല, എവിടെ നിന്ന് ആളില്ല. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് സോ ഹൈ. കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് ചെറിയ മെഷേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ആൾക്കാർ പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും ഇൻഫ്ലേഷന് കാരണമാകുമെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഔട്ട് ചെയ്യാനും പറ്റുന്നില്ല പൈസ. പണ്ട് സാധാരണ ഇലക്ഷൻ ആകുമ്പോൾ മണി ഹാൻഡ് ഔട്ട് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ചില പാർട്ടിക്കാർ ചെയ്യുന്ന പോലെ പുതിയ കാര്യങ്ങൾ നേരെയല്ല. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഹോട്ട് ടോപ്പിക് ആണല്ലോ ഇപ്പോൾ ഹെൽത്ത് കെയറിൽ. ഇപ്പോൾ ഏജ് കെയർ ആണെങ്കിലും NDAs പോലെയുള്ള സംഭവങ്ങളാണെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അവരെടുക്കാണ്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോണ്ടല്ലോ പൊളിറ്റിക്കലി പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തീരുമാനം എടുക്കും. എന്നിട്ട് പറയും ഞങ്ങളൊരു കമ്മിറ്റീനെ രൂപീകരിക്കും, അവർ നിങ്ങളെ അടുത്ത സംഭവത്തിലേക്ക് ഹെൽപ്പ് ചെയ്യും, ട്രാൻസിഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഏജ് കെയർ ഇത് തന്നെ ഏജ് കെയർ ആക്ട് ഉണ്ടാക്കി. ഏജ് കെയർ ആക്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എസ്പെഷ്യലി ഏജ് കെയർ നടത്തുന്ന ഡയറക്ടേഴ്സിന് വരെ വി ക്യാൻ യൂസ് ദ ക്രിമിനൽ ചാർജസ് അഗൻസ്റ്റ്. അപ്പോൾ അവരെ അക്കൗണ്ടബിൾ ആക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവരെന്ത് പറഞ്ഞ് ഓക്കെ ഞങ്ങൾ ഒരു കമ്മിറ്റീനെ വെക്കും, ആ കമ്മിറ്റി വിൽ ഹെൽപ്പ് യു ടു ട്രാൻസിഷൻ ടു ദ ന്യൂ ഏജ് കെയർ ആക്ട് എന്ന് പറഞ്ഞ് അതെന്ന് ചെയ്യും. ഒരു 18 months കൊടുത്തു. അപ്പോൾ ഉറപ്പാണ് അവർക്ക് അടുത്ത പ്രാവശ്യം കിട്ടത്തില്ല, അടുത്ത പാർട്ടിക്ക് വരും. പക്ഷേ ഇവര് കഴിഞ്ഞ തവണ റോയൽ കമ്മീഷൻ വന്നിട്ട് അതിൽ റെക്കമെൻഡേഷൻസ് ഒത്തിരി പ്രാക്ടിക്കൽ ആക്കാത്തതുണ്ടല്ലോ, ദൂരം ചെയ്തിട്ടില്ല. എന്തിനായിരുന്നു റോയൽ കമ്മീഷൻ? അതുകൊണ്ടാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ചെയ്യണമെന്ന് ആരും പറയത്തില്ലേ ഇവിടെ അങ്ങനെ. അതിനൊരു ഫോളോ അപ്പ് ഇല്ലല്ലോ. ഇല്ല. റോയൽ കമ്മീഷൻ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഫോളോ അപ്പ് അത് ചെയ്യുക എന്നുള്ള രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ബ്യൂറോക്രസി ബ്യൂറോക്രാറ്റിക് അല്ലേ. നാട്ടിലൊരു പൊളിറ്റിക്സ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇത്തിരി കൂടിയും ഒരു ഇവിടത്തെ അല്ല, ആ നാട്ടിൽ ഇത്തിരി കൂടി ഒരു പേഴ്സൺ ഓറിയന്റഡ് അല്ലെങ്കിൽ ലീഡർ ഓറിയന്റഡ്. ഐ തിങ്ക് ദാറ്റ് മേക്സ് സെൻസ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഒരു ഐഡിയോളജിയിലാണ്. ഇവിടുത്തെ ഐഡിയോളജി പക്ഷേ ആ ഐഡിയോളജി പ്രാക്ടിക്കലാക്കാനുള്ള നല്ല ലീഡേഴ്സും ഉണ്ടാവണല്ലോ. ഇപ്പം നല്ല ലീഡേഴ്സ് ഉണ്ടെങ്കിലല്ല ഒരു ഐഡിയ നമുക്ക് ഒരു വിഷനുള്ള ഒരാളുണ്ടായിരിക്കണം. നാട്ടിലിപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യനെ ഏറ്റവും ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കുക എന്നുള്ള ഒരു വിഷനിൽ പോകുന്നു. അപ്പൊ ആ വിഷന് ഒത്തിരി മീനിങ് ഉണ്ട്. ആര് വന്നു കഴിഞ്ഞാലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി വന്നാലും നമ്മൾ ആ വിഷനിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ അങ്ങനത്തെ വലിയ വിഷനുകളൊന്നും ഇല്ല. ഇത് ഓൾറെഡി ഡെവലപ്ഡ് ആയതുകൊണ്ടായിരിക്കും. ശ്യാമും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഒന്നും അവരൊരു പ്ലാറ്റോ സ്റ്റേറ്റിലേക്ക് എത്തി. അല്ല, ഈ ഓസ്ട്രേലിയക്കുള്ള വേറെ ഗുണം എന്നറിയോ, യുദ്ധം എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. ഞാനൊരു സെഷൻ ടോണി ബോട്ടിനായിട്ടുള്ളൊരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞ ഒരു വാക്കുണ്ട്, വി നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വാർ ബട്ട് വാർ മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ യു എന്ന് പുള്ളി പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് ഏത് രാജ്യത്തിന് ഇന്നത്തെ ഒരു തീർച്ചയായിട്ടും അല്ല, ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കല് നമ്മൾ ഇപ്പം ഏത് രാജ്യം ആയിക്കോട്ടെ, അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങും പറയാൻ പറ്റത്തില്ല. ഇപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രശ്നമല്ലേ ഉണ്ട്, യൂറോപ്പിൽ പ്രശ്നമല്ലേ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് പ്രശ്നമല്ലേ ഉണ്ട്, ഓസ്ട്രേലിയ ഓഷ്യാനിക്ക് പ്രശ്നം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ആ യുദ്ധത്തിന് മാത്രമുള്ള സാധനങ്ങളില്ല എന്നുള്ള. പക്ഷെ ഇതാ പറയുന്നത്, നമ്മളെ വലിച്ചയക്കാലോ. അതെ, ഇപ്പോൾ ഓസ്ട്രേലിയ ഏതൊക്കെ പിന്നെ ഗ്രൂപ്പിന്റെ കാര്യമാണെന്ന് വെച്ചാൽ അവിടെ എല്ലാം പിന്നെ ഇവരെടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ. ഇവിടുത്തെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ആണെങ്കിലും നമ്മുടെ ഒരു പിള്ളേരുടെ വിദ്യാഭ്യാസം ആണെങ്കിലും എല്ലാത്തിലും ഇവരുടെ ഒരു ഡിസിഷൻ പവർ ഉണ്ട്. സോ പിന്നെ ഒരു ഇന്റേണൽ അൺട്രസ്റ്റ് സ്റ്റാർട്ട് ഓൾറെഡി ഉണ്ട് ഇവിടെ. അൺട്രസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അല്ലേ. അതിപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിൽ ഇപ്പം കാണുന്നില്ലേ, ന്യൂസിലാൻഡിൽ ജസ്റ്റ് 1-2 ഒരു പോളിസി ചേഞ്ചസ് ആണ് അവിടെ ഇപ്പോൾ ഒരു ഇന്റേണൽ ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ആൾക്കാർ ഇവിടെ ഒരു പൊളിറ്റിക്കലി അവയർ അല്ല, അവർക്ക് കെയർ, കാരണം അവർക്ക് എല്ലാം ഉണ്ട്. എങ്ങനെയൊക്കെ അവരെ കഴിഞ്ഞു പോകുന്നുള്ളത് കൊണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിലുള്ള അത്രയ്ക്ക് ആൾക്കാർ എക്സ്ട്രീംലി അതിലൊരു ഇൻവോൾവ് ഒന്നുമല്ല. ഇലക്ഷൻ ആണെങ്കിൽ വോട്ട് ചെയ്യണമെന്നല്ലാണ്ട് നമുക്ക് ഒരാൾക്ക് ഏത് പാർട്ടിയാണെന്ന് പോലും അറിയില്ല, അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ അറിയില്ല.
കൂടുതൽ ആൾക്കാർ അവർക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് നോക്കും. കാരണം ഇലക്ഷൻ്റെ ഒരു സമയമാകുമ്പോൾ ഓക്കെ നിങ്ങളുടെ പെൻഷൻ ഞങ്ങൾ ഇങ്ങനെയാക്കി തരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ഞങ്ങൾ ഇത്ര കൂട്ടി തരും. കൂടുതൽ വാഗ്ദാനങ്ങളായിട്ട് ഒഴിവാവാറുണ്ട്. ആ വാഗ്ദാനങ്ങളിലാണ് വോട്ട് വീഴുന്നത്. പക്ഷെ ഇവിടെ അവർ ചെയ്യാറുമുണ്ട്. പക്ഷെ ഇപ്പൊ ചെയ്യാത്തത് ഇപ്പൊ നമ്മൾ ഹെൽത്ത് കെയറിൽ നഴ്സുമാർ സാലറി കൂട്ടുമെന്ന് പറഞ്ഞിട്ട് കൂട്ടാത്തത് ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ ഇപ്പൊ പ്രശ്നമായി കൂടിയെങ്കിലും അവർ സാലറി കൂട്ടാന്നേ പറഞ്ഞുള്ളൂ. ഇത്ര കൂട്ടാന്ന് അവർ പറഞ്ഞിട്ടില്ല. നമ്മളാണ് ഓഫർ ചെയ്ത ഒരു ക്ലാരിറ്റി ഇല്ലാതെ. അല്ല, അവർ പറയുന്നത് ഞങ്ങൾ ഇത്ര ഓഫർ ചെയ്തില്ല എന്ന് അവർ പറയുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു പോളിസി ആയിട്ട് എന്താണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുമ്പം 100 ദിന കർമ്മ പരിപാടി എന്ന് പറയാം. നമ്മളെ 100 ദിന കർമ്മ പരിപാടി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചിലപ്പോൾ നോട്ടീസൊക്കെ ഇടയ്ക്കും സംഭവമൊക്കെ വരും. പക്ഷെ ഇവിടെ അത് കുറച്ചും കൂടെ പക്ഷെ വേറൊരു കാര്യമുണ്ട്, നാട്ടില് നമുക്ക് ഇവിടെ കറപ്ഷൻ ചെറിയൊരു കറപ്ഷൻ ആണെങ്കിൽ പോലും ആളുടെ പണി തരും. പൊളിറ്റിക്സ് $240 മിനിസ്റ്റർ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു, അതായത് നമ്മളൊരു ആ ലൈൻ ഭയങ്കര ക്ലിയർ ആണ്. പേഴ്സണൽ കാര്യങ്ങൾ പൊളിറ്റിക്കലി അല്ല, അതിന് വേണ്ടിയിട്ടുള്ള പവറിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പവർ എന്ന് വെച്ചാൽ വളരെ സ്ക്രൂട്ടനൈസ്ഡ് ആയ റോളാണ്. പബ്ലിക് ട്രാൻസ്പെറൻസി ഭയങ്കര കൂടുതലുള്ള രാജ്യമാണ്. നമ്മൾ ട്രാൻസ്പെറന്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ മറ്റേ ഇതുണ്ടല്ലോ വാച്ച് ടോക്ക് അല്ലേ, മറ്റേ ഇതിന് കറപ്ഷനെതിരെയുള്ള ആന്റി കറപ്ഷൻ ഏജൻസി വന്നല്ലോ. അപ്പോൾ ഇച്ചിരി പ്രശ്നമായിരുന്നു അതൊന്ന് പാസ്സായി കിട്ടാനായിട്ട്. കാരണം ഇത് ഇപ്പൊ എല്ലാരും ശുദ്ധന്മാരാണെങ്കിൽ പക്ഷെ അവർ in a well, they paid well. It's like a job. They paid well, so you don't need anything to do corruption. They can lobby it, they can influence it. പക്ഷേ all the MPs and ministers are paid well. നാട്ടിലെ കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അവർക്കൊന്നും വേറെ ജീവിക്കാൻ അത് 1000 പേർക്ക് ജീവിക്കാനുള്ള പൈസയാണ്, ഒരു ലക്ഷം അടി വയ്ക്കാനുള്ള പൈസയാണ് ഓരോരുത്തരും ബ്രൈബ് ചെയ്യുന്നത്. ഈ നാട്ടില് വേറെ ആർക്ക് വേറെ ജോലിയില്ലല്ലോ. എന്താണ് വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സിനപ്പുറം പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ നാട്ടിലെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു കറപ്ഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടുതൽ. എന്ന് വെച്ചാൽ എല്ലാവരും കറപ്ഷനല്ല, ഇതൊരു ജോലിയും ചെയ്യാത്തവർ പിന്നെ നല്ല രീതിക്ക് പോകുന്ന ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻസ് ഇവിടെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. കാരണം അവരെടുക്കുന്ന തീരുമാനം ഇപ്പോൾ ഹെൽത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വലിയൊരു എക്സ്പെർട്ടി ആയിരിക്കാം ഒരു ഹെൽത്ത് റോൾ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ റോൾ കൈകാര്യം ചെയ്യണം അല്ലേ. അത് അവരെടുക്കുന്ന ആ തീരുമാനങ്ങളുടെ ഒരു ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. കൾച്ചർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പൊളിറ്റീഷ്യൻസ് ആണ് ബ്രൈബ് വെച്ചാൽ കറപ്ഷൻ ഉണ്ട്, പൈസ ഉണ്ടാക്കണം, അങ്ങനത്തെ അതൊരു കൾച്ചർ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ആണ് അവർ കറപ്റ്റഡ് ആണ് എന്ന് ഉറപ്പുണ്ട്. ഇല്ലാത്തവരുണ്ടാവാം, എല്ലാവരും ഉണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ കൾച്ചറുണ്ട്. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആണ്, അവർക്ക് ജോലിയുണ്ട്, അവർ ആ ജോലി ആ കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ചിലപ്പോൾ ആ ചിന്താഗതി നാട്ടിൽ മാറുവാണ്. അങ്ങനത്തെ ഒരു 100 പൊളിറ്റീഷ്യൻസ് കറപ്റ്റഡ് അല്ലാത്ത വന്നു കഴിഞ്ഞാൽ പതുക്കെ ആ കറപ്ഷൻ എന്നുള്ള ആ ഒരു. പിന്നെ നാട്ടിലെ മീഡിയ ഒത്തിരി പൊളിറ്റീഷ്യൻസിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നുണ്ട് അല്ലേ, അവരുടെ ആ ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ ഒത്തിരി. ഇവിടെ അങ്ങനെയില്ല, ഇവരുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയില്ല, ഒരു ഷാഡോ പോലെ ഉണ്ടാവുള്ളൂ. ആകെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വൈഫ് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം കൊണ്ട് വരുന്നതാ. അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസ് ആണ് ശരിക്കും. ഇപ്പൊ ഫിലിം സ്റ്റാറിനേക്കാളും ടോപ്പായിട്ട് നിൽക്കുന്നത് നാട്ടിലെ പൊളിറ്റീഷ്യൻസ് അല്ലേ. എല്ലാവരും ഗൂഗിൾ ട്രെൻഡ്സിൽ കയറിയിട്ടേ നമ്മള് കേരള എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യം ഇതിനെ കയറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആദ്യം കിടക്കുന്ന മൊത്തം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് ലാസ്റ്റ് 7 days. പിന്നെ പൊളിറ്റിക്സ്, പിന്നെ യൂറോ കപ്പ്, ഹെൽത്ത് സീറോ. 100 ട്രെൻഡ് 50 മെയിൻ ട്രെൻഡ്സില് ഹെൽത്ത് സീറോ, മറ്റേ മെയിൻ ആയിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം സീറോ ആണ്. ബാക്കി പൊളിറ്റിക്സ്, സിനിമ അല്ലെങ്കിൽ സ്പോർട്സ്. അത് എനിക്ക് ശ്യാം മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയയിലുള്ള ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ they don't have a drive. പക്ഷെ നമ്മൾ ഇന്ത്യൻസിന് ഭയങ്കര ഒരു ഡ്രൈവ് ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്യാം ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മളെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതല്ലേ? അങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം. ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്, അവസരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളാരും വളർന്ന് ഡെവലപ്ഡ് ആണല്ലോ എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവിടുത്തെ യങ് ജനറേഷൻ ആണെങ്കിലും സ്ട്രഗിൾ ചെയ്യണം. നമ്മൾ ഒത്തിരി കാണാനല്ലേ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ ഒന്നുമില്ല, മെന്റലി അവർ സ്ട്രഗിൾഡ് ആണ്. ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ദേ ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. അപ്പോൾ അതൊരു ഇപ്പോൾ നമ്മുടെ നാട്ടിലാരും ഒരു ഗ്രോയിങ് പൊളിറ്റിക്സും ഒത്തിരി മെച്യൂർ ആയിക്കൊണ്ടിരിക്കില്ലേ നാട്ടിലെ പൊളിറ്റിക്സ് അല്ലേ. പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും
കുറച്ചൊരു പഴയ ആ ഒരു ഒത്തിരി നമുക്ക് തന്നെ ഒരു അസ്വസ്ഥ ഉണ്ടാക്കണ പോലത്തെ പൊളിറ്റിക്സ് ഇപ്പോൾ കുറവാണ്. കാരണം അവർക്കറിയാം ആരൊക്കെയോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ഗുഡ് അല്ലേ? കുറെ കൂടെ ചാനലിൽ വന്നേ പിന്നെ എല്ലാവരും എല്ലാം കാണിച്ചു തുടങ്ങി. പണ്ട് മനോരമയിൽ മാത്രമേ പറഞ്ഞായിരുന്നു. കളക്ടർ ബ്രോ പോലെ മറ്റേ രാഷ്ട്രീയക്കാരും ഇപ്പൊ എല്ലാം ബ്രോകളായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ല നമ്മുടെ ഒരു സ്ക്രീൻ TV നമ്മുടെ വീട്ടിലൊരാളുടെ പോലെ തന്നെയാണെന്നുള്ളത്. ലൈക്ക് ഒരു മെമ്പേഴ്സ് ഓഫ് നമ്മുടെ ഫാമിലി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ചാനലുകാരാ. അതെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഈ നമ്മൾ ബോളിവുഡിലെ ആൾക്കാരെടുത്ത് പുറത്തിറങ്ങാൻ നേരത്ത് അവർ കുളിക്കാൻ പോകുമ്പോഴും അവർ സലൂണിൽ പോകുമ്പോഴും ഒക്കെ വീഡിയോ എടുക്കാൻ ആൾക്കാർ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ എയർപോർട്ടിൽ? ശരിക്കും അവർ സാധനമുണ്ട്, അത് പൈസ കൊടുത്ത ആൾ നിർത്തുന്നതാണ്. ദേ വാണ്ട് ടു മേക്ക് ഇറ്റ് റിലവന്റ് ടു ദം അല്ലേ? പക്ഷെ അത് ആരുടെ ഫോട്ടോ എടുത്താലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതെന്ന് മീഡിയാസിന് അറിയാം. ഇതേ സെയിം അപ്രോച്ചാണ് ഇപ്പൊ നാട്ടിൽ നടന്നത്. ഏത് പൊളിറ്റീഷ്യന്റെ കാര്യം പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്നതെന്നും ഏത് മതത്തിന്റെ കാര്യം പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നതെന്നും നാട്ടിലുള്ള പത്രപ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്യാപ്ഷൻസ് എഴുതുന്നത്. അല്ലേ? പണ്ട് നമ്മളെ ചർച്ചകളിൽ മാത്രം എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ അന്തിപത്രങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന ഫ്ലാഷ് ന്യൂസ് ആണല്ലോ ആ ടാഗ് ലൈൻസ് ഇപ്പോഴത്തെ മുഖ്യധാര മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലിക്കിന് വേണ്ടി മാത്രമാണ്. അത് നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് അറിഞ്ഞിട്ട് കൂടി അടി പോയി കഴിഞ്ഞ ആൾക്കാർ അടി കൂടുന്നതാണ്. അവന്മാർ ഇടുന്ന ഇതിനാണെന്ന് അറിയാം, എന്നിട്ടും നമ്മൾ മലയാളികൾ പോയി കഴിഞ്ഞ് അവന്റെ മതം പറഞ്ഞ് അവന്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് അടിവിടും. വേറെ കാര്യം വെച്ചാൽ നമുക്ക് ഇവിടെ പൊളിറ്റിക്കൽ കില്ലിങ്ങോ പൊളിറ്റിക്കൽ അറ്റാക്കിങ്ങോ ഇല്ല അല്ലേ? നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അടുത്ത കാലത്ത് നമ്മൾ വന്നതിന് ശേഷം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട്. പക്ഷെ നാട്ടിലിപ്പോഴും ആ പൊളിറ്റിക്സ് ആ ഐഡിയോളജിയുടെ പേരിൽ ഒരാളെ കൊല്ലണതോ അല്ലെങ്കിൽ അപകടം വരുത്തണതൊക്കെ ഒരു മാറേണ്ട സമയമായി. ഇനിയുള്ളൊരു ചലഞ്ചിൽ ഇപ്പം നാട്ടിൽ ആൾക്കാരില്ല എന്ന് പറഞ്ഞു പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് ആൾക്കാർ ഇനി എവിടെ നിന്ന് ആൾക്കാർ വരും? അതൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ യൂത്ത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഫോളോവേഴ്സാണ്. ആ പൊളിറ്റിക്കൽ ഫോളോവേഴ്സിന് പകരം ഈ വേറെ രാജ്യങ്ങളിൽ പോയി അവിടെ പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ നോക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ പോയി ഇപ്പൊ മലയാളികൾ എവിടെ പോയാലും അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു UK ഒരു യൂട്യൂബില് ഡിസ്കഷൻ അതായിരുന്നു. പൊളിറ്റിക്സ് എല്ലായിടത്തും ഉണ്ട്. അത് അമേരിക്കയിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അതിന് പല ആംഗിൾസ് ഉണ്ട്. പക്ഷേ ഈ UK കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. മലയാളികൾ ആ ഒരു കംഫർട്ടബിൾ ലെവൽ പൊളിറ്റിക്സാ. അവർക്കറിയാം എവിടെയാണ് അത് പറയേണ്ടതെന്നും തീവ്ര രാഷ്ട്രീയം ഇല്ല. ഇപ്പം മലയാളി ഇവിടെ വന്നു കഴിഞ്ഞാലും അവൻ്റെ ഒരു പൊസിഷൻ ഓക്കെ ആക്കി വെച്ചിട്ട് അവൻ പൊളിറ്റിക്സിൽ കിടക്കുള്ളൂ അല്ലേ? അങ്ങനെ ആയിരുന്നു ഇത്ര നാൾ. എനിക്കൊന്നും ഇപ്പൊ ട്രെൻഡ് മാറുന്നുണ്ട്. ഇപ്പൊ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് കൂടുതലായിട്ട് ഓസ്ട്രേലിയക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ കൂടെ പണ്ട് ഓസ്ട്രേലിയ ഒരു എന്താ പറയുന്നത് വളരെ കുറച്ച് പേര് മാത്രം പോകുന്ന ഒരു സ്ഥലമായിരുന്നു. വരാൻ എളുപ്പം പറ്റാത്ത കുറച്ചും കൂടെ പാടുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്നവരുടെ എണ്ണം കുറവായിരുന്നു. കൂടുതൽ ആൾക്കാർ വന്നേ പിന്നെ നമ്മൾ വളരും തോറും നമ്മൾ ഉള്ളിലുള്ള പൊളിറ്റിക്സും വളരുമല്ലോ. അതോടൊപ്പം തന്നെ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് തുടങ്ങി. സെലിബ്രിറ്റി നമ്മൾ സെലിബ്രിറ്റി എത്ര പേര് പണ്ട് നമ്മളിവിടെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ നമ്മള് 3 വർഷമായുള്ളൂ, 2020-2018 നമുക്ക് ആ വോളിയം കൂടിയത്. വന്നിട്ടില്ല പറയുന്നത്. വരുന്ന ആൾക്കാരുടെ ഒരു കഴിഞ്ഞ ഒരു എന്താ പറയുന്നത് ഇപ്പൊ 2020-5-3-8 കൊല്ലത്തിനുള്ളിലാണ് ഇത്രയും വലിയ ഒരു വോളിയം വേണ്ടത്. അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ വല്ല മെൽബണിലോ സിഡ്നിയിലോ പോകണം. അത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരാളിവിടെ ആയിരുന്നു. പിന്നെ നാട്ടിലിപ്പോൾ എല്ലാവരും സെലിബ്രിറ്റി ആയി. ഒന്നാമത്തെ കാര്യം. പിന്നെ പൊളിറ്റീഷ്യൻസ്. അപ്പോൾ പണ്ട് വല്ലപ്പോഴും വന്ന പൊളിറ്റീഷ്യൻസ് ഇപ്പം മറ്റേ തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ ഇവിടെ വരുന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ നമുക്ക് എന്തായിരിക്കാം നമ്മുടെ ഓസ്ട്രേലിയയിലെ രാഷ്ട്രീയം കാണുന്ന ഒരു ഓസ്ട്രേലിയയിൽ പൊളിറ്റിക്സിൽ ഈ 2025 എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഏതൊരു മൈഗ്രേറ്റിനെ സംബന്ധിച്ചും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ഈ ആര് വന്നു കഴിഞ്ഞാലും ദേ ഹാവ് എ ഹാർഡ് ജോബ്. അവർ ടാക്കിൾ ചെയ്യേണ്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വെദർ ഇറ്റ്സ് ഹൗസിങ് അഫോർഡബിലിറ്റി ഓർ കോസ്റ്റ് ഓഫ് ലിവിങ് ഓർ മൈഗ്രേഷൻ, എന്തും ആവട്ടെ, അതെല്ലാം നമ്മൾ ഇവിടെ താമസിക്കുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആവുന്ന കാര്യങ്ങളാണ്.
പിന്നീടുള്ള ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഐ റിയലി വാണ്ട് ടു സീ സം ഫ്രഷ് ഫേസസ്. കാരണം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ പറയുന്നത് ശരിയല്ലേ, നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് മാറിയിട്ട് വളരെ കുറച്ച് വ്യത്യാസമായിട്ട് ആരെങ്കിലും ഒക്കെ വരട്ടെ എന്ന് തോന്നുന്നുണ്ട്. വ്യത്യസ്തമായിട്ട്. കാരണം വീട്ടിൽ പണ്ട് വരുന്ന ഇവിടെ ന്യൂസ് ലെറ്റർ വരും, നമ്മൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ ന്യൂസ് ലെറ്റർ വരും. ഇല്ല. പിന്നെ നമ്മൾ പറയാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തോരണം കെട്ടി മൈക്ക് വിളിച്ച് പറഞ്ഞ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഡോറ് നോക്കി ഇത് റോഡിൽ നിന്ന് പറഞ്ഞ് ഹായ് പറഞ്ഞ് പോണ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി ഒരു വ്യത്യാസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് ഇറ്റ്സ് ഗോയിങ് ടു ബി ബിഗ് ചാലഞ്ച്. കാരണം ഹെൽത്ത് കെയർ കോസ്റ്റിംഗ് കട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നഴ്സിംഗ് വർക്ക് ഫോഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നഴ്സിംഗ് വർക്ക് ഫോഴ്സിലേക്ക് ആളെ എടുക്കുന്ന പറഞ്ഞു. ഇപ്പം ന്യൂസിലാൻഡിൽ ഒരുപാട് ന്യൂ ഗ്രാഡ്സുകൾ നഴ്സിംഗ് ഫീൽഡിൽ ജോലി ഇല്ലാതെ ഇപ്പം നിൽക്കുന്നുണ്ട്. ന്യൂ ഗ്രാഡിനെ എടുക്കുക. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വിക്ടോറിയയിൽ 2 major hospitals, I think it will go to other hospitals. So 2 major hospitals already ന്യൂ ഗ്രാഡിൻ്റെ അവേഴ്സ് കുറച്ച് കഴിഞ്ഞു. 2 ന്യൂ ഗ്രാഡിൻ്റെ അവേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ചെയ്യുന്ന 24 hours. പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് ജോലി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. കാരണം സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല. ഫുൾ ടൈം കൊടുക്കുന്നതിന് വരും പകുതി ദിവസം. അപ്പോൾ ബാക്കിയുള്ള സമയം അവരെന്ത് ചെയ്യും? അതെ. റാഷി പറഞ്ഞതിനോട് തന്നെ, കാരണം നമ്മൾ ഇവിടുത്തെ ഏത് പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞാലും നമ്മളെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ വരാൻ നിൽക്കുന്ന ആൾക്കാരെ ഒത്തിരി എഫക്റ്റ് ചെയ്യും. കാരണം ഒരു സമയത്തുണ്ടായിരുന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഒത്തിരി മൈഗ്രൻസ് 2011-12 വന്ന് കയറിയതും പിന്നെ ഒന്ന് സെറ്റിലായതും. ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നതും അതന്നെ. ഇപ്പോൾ ഒരു അടുത്തൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇത്തിരി കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് അതിലൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ജോലിനെ അത് എഫക്റ്റ് ചെയ്യാം പല രീതികളിലും. ഇപ്പോൾ ഞാൻ മാനേജ്മെൻറ്റ് ടെന്യൂറിലിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു കോസ്റ്റ് കട്ട് വന്ന് എംപ്ലോയീസിനെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഉള്ള ആൾക്കാരനെ തന്നെ ഫൈനൽ റിക്രൂട്ട്മെന്റ് ചെയ്ത ആൾക്കാരനെ നമുക്ക് ഒന്നുകിൽ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും പറഞ്ഞേക്കാം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതും ഇവിടെ ഉണ്ടാവാം. പിന്നെ നമ്മളെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ഇവിടെ നമ്മളെ സാധാരണ ആൾക്കാരനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകം കുറയുകയാണെങ്കിൽ ആൾക്കാർ ഇവിടെ നിൽക്കണോ എന്നുള്ളൊരു ചോദ്യം വരാം. അതും നമ്മളൊരു മൈഗ്രേഷൻ എഫക്ട് ചെയ്യുന്ന കാര്യം. പിന്നെ അത് പല സ്ഥലത്തും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. ഐ തിങ്ക് നമ്മള് പറഞ്ഞതാണല്ലോ ഒരു തവണ. അപ്പൊ നമുക്ക് ഒത്തിരി ഇൻകം വരാണ്ട് നമുക്ക് ചെലവ് കൂടുതലാണെങ്കിൽ ആൾക്കാരെ എങ്ങനെ സർവൈവ് ചെയ്യണം. അപ്പൊ അതാണ് ഒരു ട്രെൻഡ് അതിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാട്ട് ഈസ് യുവർ തോട്ട്സ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, എങ്ങനെയാണെങ്കിലും അറിയിക്കുക. ഇതെങ്ങനെയാണ് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് തിങ്ക് ചെയ്യുക. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ ചിന്താഗതികളെക്കുറിച്ചും ഇവിടുത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ലെറ്റ് us know. So thank you for watching. See you later. Thank you.